ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ഫ്രോക്കിൻ്റെ ഡിസൈനാണിത്. ഇത് ഞാൻ 10 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിൻ്റെ അളവിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രായത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ടോപ്പ് പാർട്ടിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണിയാണ്. ഇതിൻ്റെ നീളം 6 ഇഞ്ചും വീതി 13 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഈ തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്തിൽ നിന്നും അളവുകൾ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നും ഇങ്ങോട്ട് ഷോൾഡറിൻ്റെ അളവ് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലും ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ട് ചെസ്റ്റിൻ്റെ അളവ് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ച് ഇവിടെ കൈക്കുഴി വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 1 ഇഞ്ചിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റും ഈ ഒരു ഭാഗത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ഇനി നെക്കിൻ്റെ വീതി 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് ലെങ്ത്ത് 2 ഇഞ്ചും മാർക്ക് ചെയ്ത് സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്കിങ്ങിലൂടെ തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച് താഴ്ഭാഗം വരെ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് താഴ്ഭാഗം വരെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് അളവുകളൊന്ന് മാർക്ക് ചെയ്യണം. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസായിട്ടാണ് ബാക്ക് പാർട്ടിനെ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ടിൻ്റെ 2 പീസിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്ക് പാർട്ടിൽ 2 പീസായിട്ട് നിൽക്കുന്ന ഈ ഒരു തുണി ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഈ 1 ഇഞ്ച് വിട്ടിരുന്ന ഈ ഒരു ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ മുകളിൽ നിന്നൊരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗമാണ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെയായിരിക്കും കിട്ടിയിട്ടുള്ളത്. ഇനി ഈ 2 സൈഡിലും ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഈ ക്രോസ് പീസിനെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രോക്കിൻ്റെ ഈ നെക്കിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഡിസൈൻ പോലെ ഫ്രില്ല് വെച്ചിട്ടുള്ള ഒരു തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയും 39 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ ഈ 2 സൈഡും റോങ് സൈഡിലേക്ക് ചെറുതായി മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 2 സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറുതായി ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ ഈ ഒരു പീസ് തുണിയിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് പാർട്ടിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്ത് നെക്കിൻ്റെ ഭാഗത്ത് കറക്റ്റായി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള 2 സ്ലീവും കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളവും ഉള്ള 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്നും 3 ഇഞ്ച് ഇങ്ങോട്ട് നിന്നും ഈ ഒരു കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് ചെറുതായി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നിന്നും ത്രെഡ് പതുക്കെ വലിച്ച് ഈ ഒരു സ്ലീവിൽ ഫ്രില്ലിട്ട് കൊടുക്കാം. രണ്ട് സ്ലീവിലും ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്ത് ഈ ഒരു സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു തുണിയുടെ നല്ല വശമാണ് ചേർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പ് പാർട്ടിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം പുറത്തേക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന സ്കേർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ നീളം 11 ഇഞ്ചും വീതി 40 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഈ തുണിയുടെ താഴ്ഭാഗവും മുകൾ ഭാഗവും റോങ് സൈഡിലേക്കാക്കിയിട്ട് ചെറുതായി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശത്ത് കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്തുനിന്ന് ത്രെഡ് പതുക്കെ വലിച്ച് ഫ്രില്ലിട്ട് കൊടുക്കാം. ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 അറ്റവും ഒരുമിച്ച് പിടിച്ച് 2ൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം പുറത്തേക്ക് മറിച്ചെടുത്താൽ ഇതുപോലെ ആയിരിക്കും കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഈ ഒരു ഫ്രില്ലിട്ട ഭാഗം മുകളിൽ വരുന്ന പോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ടോപ്പ് പാർട്ടിൽ ഈ സ്റ്റിച്ചിങ് വരുന്ന ഭാഗവും സ്കേർട്ട് പാർട്ടിൻ്റെ ഈ സ്റ്റിച്ചിങ് വരുന്ന ഭാഗവും ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്റ്റിച്ചിങ് മാർക്കിംഗ് വരുന്ന ഭാഗം ഈ ഫ്രോക്കിൻ്റെ ബാക്ക് പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഈ ഫ്രോക്കിൻ്റെ നെക്കിൽ കൊടുത്തിട്ടുള്ള ഈ ബീഡ്സ് ഇട്ട തുണിയിൽ ബീഡ്സ് വെച്ച് കൊടുക്കണം. പിന്നെ ഈ ഫ്രോക്കിൻ്റെ ബാക്ക് ഭാഗത്ത് ഹുക്കും വെച്ച് തുന്നി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.